വെൽക്കം ബാക്ക് ടു PSC ലാബ് ടോക്സ്. ഏവർക്കും LP ഇൻ്റർവ്യൂകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അവരുടെ ആൻസേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഏവർക്കും സ്വാഗതം. തീർച്ചയായും നമ്മൾ പല ജില്ലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം അതിൻ്റെ കാരണം. ഒരിക്കലും അവർ ഒരേ പാനലിലുള്ളവർ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് പാനൽ വരുമ്പോൾ പോലും ആ ഒരു റെപ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പലപ്പോഴും മറ്റു ജില്ലകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നത് കാണാം, നമ്മുടെ ജില്ലയിൽ ചോദിക്കുന്നത് കാണാം. അത് അവർ പരസ്പരം ക്വസ്റ്റ്യൻസ് കൈമാറുന്നതല്ല, അവർ വൈഡായിട്ട് പല സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മളോട് ചോദിക്കുമ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ ചോദിക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള ഏതെങ്കിലും പോയിന്റ് വെച്ച് അവർ വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ പ്രീ പ്ലാൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല എല്ലാം. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് അപ്പുറം വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്തു പോയാലും ആ ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മളോട് ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിച്ചത്. നമ്മൾ ബയോഡാറ്റ വെച്ചിട്ട് എന്തൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഹോബി വെച്ച് എന്തൊക്കെ ചോദിക്കാം, അതിൻ്റെയൊക്കെ അങ്ങേയറ്റം ലെവലിൽ വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിച്ചു പോയാലും ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല ചോദിക്കുക. ഡിഗ്രി ലെവലിൽ നമ്മൾ അതിനെ ബേസ് ചെയ്ത് നന്നായി ഒരുങ്ങിപ്പോയാൽ ചിലപ്പോൾ അതായിരിക്കില്ല, ബാക്കി സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും ചോദിക്കുക. എൻ്റെ ഫ്രണ്ട്സിൻ്റെ, എനിക്ക് പരിചയമുള്ള മറ്റു ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു ജില്ലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഞാൻ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും വീഡിയോസ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. അത് വ്യത്യസ്ത ജില്ലകളിലുള്ളവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറ്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അത് നന്നായി. കാരണം നമ്മൾ ഒരു ജില്ലയിലുള്ള കാൻഡിഡേറ്റ് മാത്രം അല്ല അത് കാണുന്നവർ ആ വീഡിയോ മുഴുവൻ കാണും. അപ്പോൾ തന്നെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ലഭിക്കും. അതിനെങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ചോദിക്കാം. അതൊക്കെ അവർക്ക് ആ ഒരു വീഡിയോയിലൂടെ കിട്ടും. തീർച്ചയായിട്ടും ഇന്നും ഞാൻ 4 ജില്ലകളിൽ നിന്നുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങൾ പലയിടത്തു നിന്നാവുമ്പോൾ വീണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്, എങ്കിലും മാക്സിമം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, നമ്മളൊരു ആസ്വാദനക്കുറിപ്പ്, കവിതയെ പറ്റിയിട്ടുള്ളൊരു ആസ്വാദനക്കുറിപ്പ് നമ്മൾ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ചോദിച്ചാണ് നമ്മളൊരു പുസ്തകം വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും അതിൽ പുസ്തകത്തിൻ്റെ പേര്, കഥയാണോ കവിതയാണോ അതിൻ്റെ പേര്, എഴുതിയ വ്യക്തി, ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാ ആസ്വാദനക്കുറിപ്പിലും കഥയുടേതായാലും കവിതയുടേതായാലും നമ്മൾ ഉൾപ്പെടുത്തണം. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വായിച്ച പുസ്തകത്തിൻ്റെ പ്രമേയം അതെന്താണ് എന്ന് വ്യക്തമാക്കണം. അതിൻ്റെ ആശയം വ്യക്തമാകുന്ന തരത്തിലായിരിക്കണം നമ്മൾ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കഥയുടെ അല്ലെങ്കിൽ ആ നോവലിൻ്റെ രചനാ ശൈലി പലതും പല ടൈപ്പ് കൃതികളിൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ രചനാ ശൈലി വ്യത്യസ്തമായിരിക്കും. ചിലതൊക്കെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന നമുക്കറിയാം, ആ ഒരു ടൈപ്പ് രീതിയിലുള്ള പുസ്തകങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എടുത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വ്യൂ പോയിന്റിലൂടെ ആ ഒരു നോവല് ഫുള്ള് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ഉള്ള ഒരു രചനാ ശൈലി പിന്തുടരുന്നവരാണ് ഓരോ കഥാകാരന്മാരും. അപ്പം അതെങ്ങനെയാണ് നിങ്ങൾ വായിച്ച കഥയിൽ അല്ലെങ്കിൽ നോവലിൽ എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അവർക്ക് ആ കഥയിലുള്ള സ്ഥാനം, അതുപോലെ വാങ്മയ ചിത്രങ്ങളുണ്ടെങ്കിൽ അത്, ആ ഒരു ആ കണ്ടന്റിനുള്ള ഒരു സമകാലിക പ്രസക്തി, ഇതെല്ലാം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, അതിൻ്റെ റീസൺ, അത് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ
ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു 90% നമുക്ക് കിട്ടും. തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കോട്ടിങ്സ് അതിൽ ആഡ് ചെയ്യാവുന്ന നിങ്ങളുടേതായ ശൈലിയിലുള്ള എന്ത് വേണമെങ്കിലും അതിൽ ഉൾപ്പെടുത്താം. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ശീർഷകം, കഥ അല്ലെങ്കിൽ അതെഴുതിയ വ്യക്തി, അതിൻ്റെ പ്രമേയം, ആശയം, രചനാശൈലി, കഥാപാത്രങ്ങൾ, അവയ്ക്കുള്ള സ്ഥാനം, വാങ്മയ ചിത്രങ്ങൾ, സമകാലീന പ്രസക്തി, ഇതും നമ്മുടെ പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സ്, അതിൻ്റെ റീസൺ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. മറ്റൊരു പ്രധാന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല, മറ്റൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വന്ന മറ്റൊരു ചോദ്യമാണ് ഡിജിറ്റൽ മീഡിയയുടെ പ്രധാന ഗുണങ്ങൾ. തീർച്ചയായിട്ടും ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നതും ലോകമെമ്പാടുമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് ലഭിക്കുന്നതും പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ ഡിജിറ്റൽ മീഡിയയിലൂടെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നു, നമുക്ക് ഓരോന്ന് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ ഡിജിറ്റൽ മീഡിയയുടെ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളതിനാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് നമ്മുടെ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് കൂടി ആവശ്യമായിട്ടുള്ള നമുക്ക് ഇൻട്രാക്ഷൻ നേരിട്ട് കണ്ടുകൊണ്ട് സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഡിജിറ്റൽ മീഡിയയിലെ വ്യത്യസ്ത തരങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ഏതാണ് എന്നുള്ളതും ഇതിനോടനുബന്ധിച്ച് ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഉണ്ട്, വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, ഓഡിയോ വീഡിയോകൾ, ഇ ബുക്സ്, ഡിജിറ്റൽ പത്രങ്ങൾ, വെർച്വൽ ഓഗ്മെന്റൽ റിയാലിറ്റി, ഇതെല്ലാം തന്നെ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന ഒരു കണ്ടന്റിൽ ഉൾപ്പെടുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ്, ത്രെഡ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ത്രെഡ്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പെടും. അതുപോലെ വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ എന്ന് ചോദിക്കുമ്പോൾ ന്യൂസ് പോർട്ടൽ, പേഴ്സണൽ ബ്ലോഗ്സ്, വിക്കിപീഡിയ, ഇതൊക്കെ വെബ്സൈറ്റ്, ബ്ലോഗ് എന്നൊരു സെക്ഷനിലാണ് പെടുക. ഓഡിയോ വീഡിയോ എന്നുള്ളൊരു സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത് പോഡ്കാസ്റ്റാണ്, യൂട്യൂബ് വീഡിയോസ്. മറ്റൊന്ന് ഇ ബുക്സ്, ഡിജിറ്റൽ പത്രങ്ങൾ എന്നിവ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിൻഡിലെ. മീഡിയയെ പറ്റിയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാവുന്നത്, പെട്ടെന്ന് ചോദിച്ചാൽ പറയാവുന്ന കാര്യങ്ങൾ. തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം കെടാവിളക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ്. അത് കേട്ടിട്ടുണ്ടോ, എന്താണ് സ്കോളർഷിപ്പ് എന്നെല്ലാം ചോദിച്ചിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ഏറ്റെടുത്ത സ്കൂളിൽ പഠിക്കുന്ന, അതായത് സംസ്ഥാന സർക്കാർ സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് മുഖേന നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയെയാണ് കെടാവിളക്ക് എന്ന് പറയുന്നത്. സ്കോളർഷിപ്പാണ്, പിന്നോക്ക വിഭാഗത്തിൽ പെട്ട കുട്ടികൾക്കാണ് ഇത്തരത്തിൽ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത് ലഭ്യമാകുന്നത്. മറ്റൊന്ന് ഇതിനോടനുബന്ധിച്ച് ചോദിച്ച മറ്റൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് മാർഗദീപം സ്കോളർഷിപ്പാണ്. മുമ്പ് പ്രീമെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഇത് പിൻവലിച്ചതിനാൽ ശേഷം ഇത്തരത്തിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ഈ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് മാർഗദീപം സ്കോളർഷിപ്പ്. ഇത് എന്ന് പറയുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ഇതിൽ ഹാജരാക്കണം. 1500 രൂപയാണ് സ്കോളർഷിപ്പിനായിട്ട് ലഭിക്കുക. ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. മുൻപുണ്ടായിരുന്ന പ്രീമെട്രിക് സ്കോളർഷിപ്പിന് പകരമായിട്ട് വന്നിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണിത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. മറ്റൊരു ചോദ്യം ചോദിച്ചത് പഠന വൈകല്യമുള്ള കുട്ടികളെ നിങ്ങൾ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള പ്രശസ്തരായ വ്യക്തികളുമുണ്ട്. ആരെല്ലാമാണ് അവർ? നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും, ഏതെങ്കിലും പ്രശസ്തരായ വ്യക്തികളിൽ ഇത്തരത്തിൽ പഠന വൈകല്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ആദ്യം പറയാവുന്ന ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഡിസ്ലെക്സിയ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. കുട്ടിക്കാലത്തൊക്കെ അക്ഷരങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ 9 വയസ്സ് വരെ ശരിയായി സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു. എന്നാൽ
ശാസ്ത്രം, ഗണിതം, ഭൗതികശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി തോമസ് ആൽവ എഡിസൺ ആയിരുന്നു. വായനയും എഴുത്തുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എഡിസൺ ഉണ്ടായിരുന്നു. ഡാവിഞ്ചി മറ്റൊരു കുട്ടിയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് പഠന വൈകല്യം, ഇത്തരത്തിലുള്ള ഒരു പഠന വൈകല്യം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി കൂടിയാണ് ലിയാനോ ഡാവിഞ്ചി എന്ന് പറയുന്ന പ്രശസ്തനായ വ്യക്തി. അടുത്തത് ഒരു ആളും കൂടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിയാണ് വാൾട്ട് ഡിസ്നി. വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒരു അനിമേഷൻ ലോകത്തിൻ്റെ തന്നെ ഒരു രാജാവ് എന്ന് വിളിക്കാം. സ്കൂളിലാണെങ്കിൽ വളരെ മോശം പഠനഫലവും ഒരു തരത്തിലും പഠനത്തിലൊരു മുൻപന്തിയിൽ, ആ അവസാന കാലഘട്ടം വരെ മുൻപന്തിയിൽ വരാൻ കഴിയാതിരുന്നൊരു വ്യക്തിയാണ് വാൾട്ട് ഡിസ്നി. എന്നാൽ ഏറ്റവും മികച്ച ഒരു അനിമേറ്റർ കൂടിയാണ് അദ്ദേഹം. ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ADHD ഇതൊക്കെ. പിന്നെ ഇതിനോടനുബന്ധിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യം, ADHD അല്ലെങ്കിൽ ഓട്ടിസം എന്നീ രോഗങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടികളിൽ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ചോദിച്ചിരുന്നു. ADHD നമുക്കറിയാം, അറ്റൻഷൻ കുറവായിരിക്കും, കുട്ടികൾക്ക് ക്ലാസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ADHD ഉള്ള കുട്ടികൾ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ഈ തരത്തിൽ ആ ഒരു ഫുൾ ഫോം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അറ്റൻഷൻ കുറവായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അധികം ആൺകുട്ടികളിലാണ് ഈ ADHD കാണുക. അതൊരു റിയാലിറ്റിയാണ്. പെൺകുട്ടികളെക്കാൾ ADHD കൂടുതലുള്ളത് ആൺകുട്ടികൾക്കാണ്. മറ്റൊന്നാണ് APD, ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ. ഇതാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, APD. ശബ്ദങ്ങളിലൂടെ പഠിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികളാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉള്ളവർ. മറ്റൊന്ന് പറഞ്ഞത് ഓട്ടിസം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് സംസാരിക്കാനായിട്ട് വളരെ വിമുഖത ഉണ്ടാവും. ആ കുട്ടികൾ നമ്മുടെ കണ്ണുകളിൽ നോക്കി ഒന്നും തന്നെ ആശയങ്ങൾ പ്രകടിപ്പിക്കുകയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരുടെ കണ്ണ് അലക്ഷ്യമായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. അത് വ്യത്യസ്ത കാര്യങ്ങൾ, ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കാൻ അവർക്കറിയില്ല. റിപ്പീറ്റഡ്ലി സെയിം ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും അവർക്ക്. ഇതെല്ലാമാണ് ഓട്ടിസം ഉള്ള ഒരു കുട്ടീനെ. പിന്നെ അവരുടെ സംസാരം, അവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരു ADHD ഉള്ള കുട്ടികളിലെ കുറച്ച് സവിശേഷതകൾ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവും. അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഓട്ടിസം ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവർക്ക്. ചില കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ കുഴപ്പമില്ലാത്ത കുട്ടികളുണ്ടാവും. ചിലർ നമുക്ക് സ്കൂളുകളിലേക്കൊന്നും വിട്ടാൽ പോലും യാതൊന്നിനോടും സഹകരിക്കാത്ത കുട്ടികളുണ്ടാവും. ഇത്തരമാണ് ഓട്ടിസത്തെ പറ്റിയിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന പ്രധാന കാര്യങ്ങൾ. മറ്റൊരു ചോദ്യം ചോദിച്ചത് എഴുതാൻ കൂട്ടാക്കാത്ത ഒരു കുട്ടിയെ എങ്ങനെ എഴുതാൻ പ്രേരിപ്പിക്കാം എന്നുള്ളതായിരുന്നു. എഴുത്തിനോടുള്ള ഭയം അകറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയോട് സമ്മർദ്ദമില്ലാതെ ചെറിയ അക്ഷരങ്ങൾ, വരകൾ, ചിത്രങ്ങൾ ഇതിനൊക്കെ വരയ്ക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക. കളിയിലൂടെ എഴുത്ത് പഠിപ്പിക്കുക. മണ്ണ്, അരി ഇതിലൂടെയൊക്കെ എഴുതി പഠിപ്പിക്കുക. കുട്ടികളെ എഴുതി പഠിപ്പിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വലിയ അക്ഷരങ്ങളിൽ അങ്ങനെ എഴുതി പഠിപ്പിക്കുക. നമ്മൾ താരെ സമീൻ പർ എന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ഇത്തരം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കുട്ടീനെ അവൻ്റെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവന് അക്ഷരങ്ങളൊക്കെ അറിയാം, എങ്കിൽ പോലും ആ ഒരു പാറ്റേൺ, എഴുത്തിൻ്റെ ഒരു പാറ്റേൺ വായിക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി ആ കുട്ടിക്കില്ല. അപ്പം അക്ഷരങ്ങൾ ആദ്യം തൊട്ട് ഉറപ്പിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വലിയ മണലിലും ഒക്കെ എഴുതിച്ചിട്ടാണ് ആ കുട്ടീനെ ആ ഒരു അക്ഷരങ്ങൾ ഉറപ്പിക്കുന്നത്. അത് വലിയ അക്ഷരങ്ങളായിട്ടാണ് എഴുതുന്നത്. വടി കൊണ്ട് വലുതാക്കി എഴുതിയിട്ടാണ് ആദ്യം ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. തുടർന്ന് ആ കുട്ടി അത് ക്യാപ്ചർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പുസ്തകത്തിലെ ആ ഒരു ചെറിയ 2 വരകൾക്കിടയിൽ എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിക്ക് കിട്ടുകയാണ്. ഇത്തരത്തിൽ മണൽ, അരി, മണ്ണ് ഇതൊക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കാം. വലിയ അക്ഷരങ്ങൾ എഴുതാൻ നിർദ്ദേശിക്കാം. കുട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ടോപ്പിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം, അതായത് കഥകൾ, കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇതൊക്കെ നമുക്ക് പഠനത്തിൽ ഉൾപ്പെടുത്താം. ചിത്രകഥകളായിരിക്കും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം.
മറ്റൊന്ന് കളികളും പ്രവർത്തനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കളി രീതി ആയിരിക്കും അവർക്ക് കൂടുതൽ അഭികാമ്യമായിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള രീതികൾ നമുക്ക് യൂസ് ചെയ്യാം. ജോയിൻ ദ ഡോട്ട്സ് പോലെയുള്ള ഗെയിംസിലൂടെ അക്ഷരങ്ങൾ അവരിലേക്ക് എത്തിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ചെയ്യുമ്പോൾ അവരെ നന്നായി അവരുടെ ആ ഒരു പ്രയത്നത്തിന് അഭിനന്ദനം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടി എഴുതാൻ ശ്രമിക്കുമ്പോഴും അത് കുറച്ചൊക്കെ തെറ്റിയാലും അതിനെ പ്രശംസിക്കുക. മറ്റൊന്ന് ദിവസവും പരിശീലനം നൽകുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും അതിനായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ടുള്ള പരിശീലനത്തിലൂടെ മാത്രമേ ആ കുട്ടികൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും നല്ല രീതിയിൽ അവർക്ക് പ്രോത്സാഹനം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മറ്റൊരു ചോദ്യം പ്രൈമറി ക്ലാസ്സിൽ ഗണിതം എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് പരിചിതമായ സന്ദർഭങ്ങളുമായി ഇൻക്ലൂഡ് ചെയ്ത് അതിനെ മിക്സ് ചെയ്തിട്ടായിരിക്കണം പഠിപ്പിക്കേണ്ടത്. കൈകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഗണിത പാട്ടുകൾ, കഥകൾ, ഗണിത കവിതകൾ, കളികൾ, ഇതൊക്കെ വേണം അവർക്ക് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ശാരീരിക ചലനം, കൈനസ്റ്റിക് ആയിട്ടുള്ള അവരുടെ കഴിവിനെ അതിനെ പഠനവുമായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള പഠന രീതികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാമാണ് നമുക്ക് പ്രൈമറി ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന രീതികൾ. മറ്റൊന്ന് PN പണിക്കരെ പറ്റിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പറയാം. ജൂൺ 19 വായനാ ദിനം. കേരളത്തിലെ ലൈബ്രറി മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കരാണ്. അദ്ദേഹം സനാതന ധർമ്മ ലൈബ്രറി സ്ഥാപിച്ചു. വായനയെ വിശ്വപ്രകാശത്തിലേക്കുള്ള വഴി എന്ന് അദ്ദേഹം എന്ന ആശയം പ്രചരിപ്പിച്ചു. ജനസംഖ്യാ നയത്തിൽ ഉൾപ്പെടുത്തിയതോടെ വായനയുടെ പ്രചാരം കേരളത്തിൽ വളർന്നു വന്നു. മറ്റുള്ള ഏത് ജില്ലകളിൽ അല്ലെങ്കിൽ ഏത് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ മികച്ച രീതിയിൽ ലൈബ്രറി കേരളത്തിൽ വളർന്നു വരാനുള്ള പ്രധാന കാരണം ഇദ്ദേഹം തന്നെയാണ്. 1996 കേരള സർക്കാർ വായന വാരാഘോഷം എന്നുള്ളൊരു കൺസെപ്റ്റ് ആരംഭിച്ചതും അതിപ്പോഴും തുടർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ് വായനാ വാരാഘോഷം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആചരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം NEP 2020 റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ജില്ലകളിലും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ചാനലിൽ തന്നെ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് എനിക്ക് പറയാനുള്ളത്. മൂല്യനിർണ്ണയം എന്നുള്ളതിനൊരു മൂല്യനിർണ്ണയ രീതി മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പേര് ചോദിച്ചിരുന്നു. പരക് എന്ന് പറയുന്ന ഒരു മൂല്യനിർണ്ണയ രീതി പുതിയതായിട്ട് ഇതിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിച്ചിരുന്നു. മൂല്യനിർണ്ണയത്തെ പറ്റി ചോദിച്ച് പരക്കിനെ പറ്റിയും ചോദ്യം ഉണ്ടായി. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് പരക്ക് എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി വീഡിയോയിലുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. മറ്റൊന്ന്, ഇത് നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചിരുന്നു. ജൂലൈ 29 നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വന്നത്. അതുപോലെ SSA സമഗ്ര ശിക്ഷാ അഭിയാൻ 2018 ആരംഭിച്ചത്. നിപുൺ ഭാരത് മിഷൻ 2021 ആരംഭിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്ന സർക്കാർ പദ്ധതികൾ ഏതെല്ലാമാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ പദ്ധതി തന്നെയാണ്. അതിൽ നമുക്കറിയാം, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളെ ഉയർത്താനായിട്ട് നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി കേരള സർക്കാർ രൂപീകരിച്ചത്. മറ്റൊന്ന്, അന്താരാഷ്ട്ര നിലവാരത്തിൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ എന്തെല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം ഇതിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. സംസ്ഥാന ദേശീയ തലത്തിൽ ഉന്നത നിലവാരത്തിലുള്ള പാഠ്യപദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാഠ്യപദ്ധതി അഥവാ കരിക്കുലം മികച്ചത് ആണെങ്കിൽ മാത്രമേ എത്ര കഷ്ടപ്പെട്ടാലും ഏതൊരു വിദ്യാലയവും മികച്ച രീതിയിൽ എത്തുള്ളൂ. അടുത്തത് ടെക്നോളജിയുടെ ഒരു സംയോജനമാണ്. അതായത് AI, അതിൻ്റെ കൂടൊപ്പം തന്നെ വെർച്വൽ റിയാലിറ്റി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു രീതിയിലുള്ള ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഉയർന്ന നിലവാരത്തിൽ അധ്യാപകരെ പരിശീലനം നൽകി അവരെ മികച്ച ട്രെയിനിങ് നൽകുക.
അന്തർദേശീയ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് ശ്രമിക്കുക. വിദ്യാർത്ഥികളിലെ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി, ഒതൻറ്റിക് ലേണിംഗ് ഇതൊക്കെ കൂടുതൽ ഉത്സാഹപ്പെടുത്തുക. മറ്റൊന്നാണ് കണ്ടിന്യൂസ് അസസ്മെൻറ്റ് എന്നതിന് പ്രാധാന്യം നൽകുക. എങ്കിൽ മാത്രമേ എല്ലാ തരത്തിലുള്ള രീതിയിലും കുട്ടികൾ ഇൻവോൾവഡ് ആവുള്ളൂ. അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ഒരൊറ്റ ഇതിൽ കുട്ടികൾ നിൽക്കും. അത് പാടില്ല. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിൽ വിദ്യാഭ്യാസ ലക്ഷ്യം വയ്ക്കുന്ന സർക്കാർ മിഷൻ പദ്ധതികൾ ഏതാണ് എന്നൊക്കെയാണ് നമ്മുടെ നിപുൺ ഭാരത് മിഷൻ, അതുപോലെ സമഗ്ര ശിക്ഷാ അഭിയാൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നത് എന്നുള്ളത് ഇതിനോടനുബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് NEP 2020 പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയെന്നും ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് PN പണിക്കരുടെ വായനാ ദിനം, അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ എങ്ങനെ ഗണിതം പഠിപ്പിക്കാം, ഗണിതത്തിലെ എൻട്രി ആക്ടിവിറ്റി എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എൻട്രി ആക്ടിവിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ മുന്നറിവിനെ വിലയിരുത്തുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിച്ചത്, എൻട്രി ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും കുട്ടിക്ക് എന്താണ് ആ ടോപ്പിക്കിനെ പറ്റി മുന്നറിവുള്ളത് എന്ന് വിലയിരുത്താനാണ് എൻട്രി ആക്ടിവിറ്റി. കുട്ടികളെ ആകർഷിക്കുകയും കുട്ടികളെ ഒന്ന് ചിന്തിക്കുക എന്നതിനും ഉതകുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റി ആയിരിക്കണം എൻട്രി ആക്ടിവിറ്റി. അതുപോലെ ആരംഭ പ്രവർത്തനം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ എണ്ണം, അവയുടെ എണ്ണം എണ്ണാനും, അതുപോലെ ഗണിത കഥകളിലൂടെ കുട്ടികളെ ആ ഒരു ഐഡിയയിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ മാച്ചിങ് ഗെയിംസ്, പാറ്റേൺസ് ഒക്കെ നൽകി അവരോട് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പസിൽ കൊടുത്ത് ഗസ് ദ നമ്പർ എന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്ക് എൻട്രി ആക്ടിവിറ്റി ആയിട്ട് മാത്സിന് നൽകാവുന്ന കാര്യമാണ്. ഇതിനെ തുടർന്ന് തന്നെയാണ് നമ്മൾ എഴുതാൻ കൂട്ടാക്കാത്ത കുട്ടിയെ എങ്ങനെ എഴുതാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ പഠന വൈകല്യങ്ങളുള്ള പ്രശസ്തരായ വ്യക്തികൾ എന്നിവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനമായിട്ട് മാർഗദീപം സ്കോളർഷിപ്പിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ കെടാവിളക്ക് സ്കോളർഷിപ്പ്, ഡിജിറ്റൽ മീഡിയ, ഇതിൻ്റെ പ്രധാന വ്യത്യസ്തമായ തരത്തിലുള്ള ഡിജിറ്റൽ മീഡിയ ഏതെല്ലാമാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ ഒരു ആസ്വാദന കുറിപ്പിന് വേണ്ട ഗുണങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്തു. അവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തുക. നന്ദി.